കർണൻ മഹാനാണ് എന്ന് പൊതുവെ മലയാളികൾക്കൊരു ധാരണയുണ്ട്. പാണ്ഡവന്മാരെ കൊല്ലുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന എല്ലാ പ്ലോട്ടുകളുടെയും സൂത്രധാരൻ കർണനാണ്. ഇതുപോലെ പക ഒരു പെണ്ണിനോട് സൂക്ഷിച്ചേക്കുന്ന ഒരുത്തനെയും കാണാൻ പറ്റില്ല. ചൂത് എന്ന ആശയം കൊടുക്കുന്നത് ആരാണെന്ന് വെച്ചാൽ കർണനാണ്. കർണൻ മഹാനാണോ സർ? കർണൻ മഹാനാണ് എന്ന് പൊതുവെ മലയാളികൾക്കൊരു ധാരണയുണ്ട്. വിശേഷിച്ചും മലയാളത്തിലെ സാഹിത്യ അധ്യാപകർക്കും അവരുടെ വിദ്യാർത്ഥികളായി പോകുന്നവർക്കും അങ്ങനെ ഒരു ധാരണ വന്ന് പെടാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കർണൻ മഹാനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ കുട്ടിക്കൃഷ്ണമാരാരാണ്. കാരണം അമ്മ ചെറുപ്പത്തിലെ ജനിച്ചപ്പോൾ തന്നെ അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട് പിന്നീട് അതിരഥൻ എന്ന് പറയുന്ന ഒരു ഇത് തേരാളി, ആ തേരാളിയും രാധയും അദ്ദേഹത്തിൻ്റെ എടുത്തു വളർത്തി. അത് അങ്ങനെ വളർന്നു വന്ന ഒരു അനാഥനും അവഗണിക്കപ്പെട്ടവനുമായ ഒരുവനാണ് കർണൻ. പിന്നീട് അയാളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആയുധ പരിശീലനം കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ പരീക്ഷണം നടക്കുന്ന സമയത്ത് കർണനെ അവതരിപ്പിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ് മാരാർ. അർജുനൻ ചെയ്തേക്കണ എല്ലാ കാര്യങ്ങളും അയാളേക്കാൾ മികവോടുകൂടി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം വരും. കാരണം ഇത് രാജാക്കന്മാർക്കുള്ളതാണ്. ഈ ധനുർവേദം എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യം പോലെ ആർക്കും കയറി മേയാവുന്ന ഒന്നല്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുർവേദം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാജാക്കന്മാരെ പഠിപ്പിക്കുന്ന അയോധന കലയാണ്, രാജ്യരക്ഷ കലയാണത്. അതിൻ്റെ ശാസ്ത്രവുമാണ്. അത് രാജാക്കന്മാരെ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഈ ആയുധ നിർമ്മാണം എല്ലാ പൗരന്മാരും പൗരാവകാശത്തിൻ്റെ പേരിൽ അറിയണമെന്നില്ല, അറിയാനും പാടില്ല. ആയുധം നിർമ്മിക്കാനായിട്ട് അതിൻ്റെ കക്ഷികളുണ്ട്, അതിന് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് അവരാണ് ആയുധം നിർമ്മിക്കേണ്ടത്. ആ രീതിയിൽ ഇങ്ങനെ വന്നിട്ട് കർണൻ അവിടെ വെച്ച് അവഹേളിക്കപ്പെട്ടു. അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ അംഗരാജ്യത്തിൻ്റെ രാജാവായി അവതരിപ്പിക്കുന്നത്. പക്ഷെ എന്നാൽ ഈ സൂതപുത്രൻ എന്നുള്ളൊരു ടാഗ്, ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ ആ ടാഗ് ലൈൻ ഇയാളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വേദനയൊക്കെ സഹിച്ചിട്ടുള്ള, അവഗണന ഏറ്റുവാങ്ങിയിട്ടുള്ള, വലിയ മഹത്തായ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ട് അതൊന്നും ഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ, കാരണം സൂര്യദേവൻ്റെയും കുന്തിയുടെയും മകനാണല്ലോ, അങ്ങനെ അവഗണിക്കപ്പെട്ടുകയും അതിൻ്റെ പേരിൽ ആർത്തനായി തീരുകയും ചെയ്ത ഒരു മനുഷ്യനാണ് കർണൻ എന്നൊരു ധാരണ പൊതുവെ വന്നിട്ടുണ്ട്. അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം ഇപ്പോഴും കർണനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്കൊക്കെ വലിയൊരു സഹാനുഭൂതി വരാറുണ്ട്. അതെ, കർണൻ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ പക്ഷേ എനിക്ക് ഇയാളെക്കുറിച്ച് യാതൊരു മതിപ്പുമില്ല എന്നുള്ളതാണ് സത്യം. അതെന്തുകൊണ്ടാണ്? അതായത് പാണ്ഡവന്മാരെ കൊല്ലുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന എല്ലാ പ്ലോട്ടുകളുടെയും സൂത്രധാരൻ കർണനാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവർ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇത് പുഴയിൽ കളിക്കാൻ വേണ്ടി പോയപ്പോൾ പാമ്പിനെ കടിപ്പിച്ച് കൊല്ലാനൊരു ശ്രമം നടത്തി ഭീമന. അപ്പം ഭീമനെ കൊന്നു കളഞ്ഞാലേ പിന്നെ ഇതൊരു പ്രശ്നമല്ല എന്നാണ് കർണൻ്റെ ഉപദേശം. കാരണം ഭീമൻ്റെ കൈക്കരുത്തിലാണ് പാണ്ഡവന്മാർ നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭീമനെ തട്ടിയാൽ പാണ്ഡവരെ തട്ടാം എന്നാണ് ഇവർ കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഇതുണ്ടാക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് അരക്കില്ലം വരുന്നത്, വാരണാവതത്തിൽ വെച്ച് അരക്കില്ലം. അപ്പോൾ ഈ അരക്കില്ലത്തിൽ വെച്ച് കുന്തിയെയും 5 മക്കളെയും കൊന്നു കളയണം എന്നുള്ള പ്ലോട്ട് ഉണ്ടാക്കുന്നത് കർണനാണ്. അതായത് ദുര്യോധനൻ, ദുശാസനൻ, ശകുനി, കർണൻ, ഈ 4 സംഘമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.
മറ്റേ ദുര്യോധനൻ പൊട്ടന, ബുദ്ധി വളരെ കുറവാണ്. പക്ഷേ ഷാർപ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കർണനാണ്. കർണനാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്ന്, പക്ഷെ അരക്കില്ലത്തിൽ വെച്ച് ഇവരെ കൊല്ലാൻ തീരുമാനിക്കണം, ആ പ്ലോട്ട് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ മഹാരാജാവിൻ്റെ അനുജ്ഞ കിട്ടണം. അപ്പോൾ ഒരു 4 പേരും കൂടി ചെന്ന് പറയും. ധൃതരാഷ്ട്ര ആകെ ചോദിക്കുന്ന ചോദ്യം, ഇത് 4 പേരറിയാതെ, ആരും അറിയാതെ ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് സ്വന്തം അനുജൻ്റെ ഭാര്യയെയും 5 മക്കളെയും അരക്കില്ലത്തിലിട്ട് ചുട്ടു കൊല്ലാനുള്ള തീരുമാനത്തെ അറിയിക്കുമ്പോൾ ധൃതരാഷ്ട്ര ചോദിക്കുന്ന ഏക ചോദ്യം, ഇതാരും അറിയാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. മാത്രമല്ല രാജസദസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്തുത്തരം പറയും എന്നുള്ളതാണ്. അപ്പോൾ കർണൻ പറയും അത് പറ്റും. കാരണം ഞാൻ ഈ ഒരു കോൺട്രാക്ടറെ കണ്ടെത്തിയിട്ടുണ്ട്. അവൻ്റെ പേര് പുരോചനൻ എന്നാണ്. ചെറ്റകളിൽ ചെറ്റയായിട്ടുള്ള ഒരുത്തൻ. കാരണം എന്ത് ഹീനകൃത്യവും കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ഈ കോൺട്രാക്ടർ. പക്ഷെ അവൻ പുറത്തു പോകാതിരിക്കാനുള്ളൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അവനെയും കൂടി അതിനകത്തിട്ട് കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എവിഡൻസ് എന്നേക്കുമായിട്ട് നശിച്ചു പോകും. അത്രയും കുശാഗ്ര ബുദ്ധി. അത് കർണൻ്റെ നിർദ്ദേശമാണ്. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഈ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പെരുമാറും? അപ്പോൾ പറഞ്ഞ് ഭീഷ്മരും ദ്രോണരും ആദ്യം കുറച്ച് ബഹളം ഉണ്ടാക്കും, പക്ഷെ പിന്നെ സമ്മതിക്കും. കാരണം അവർ റിസ്ക് എടുക്കില്ല, റിസ്ക് എടുത്തൊരു തീരുമാനവും എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ പേടിക്കണില്ല. വിതുരൻ ആദ്യവും അവസാനവും ഇതിനെ എതിർത്തുകൊണ്ടിരിക്കും. പക്ഷേ വിതുരൻ നമുക്ക് എന്നും എതിരാണ്, അയാൾ അങ്ങനെ പറയുള്ളൂ എന്നുള്ളത് പ്രചരിപ്പിച്ചിട്ട് നമുക്കതിനെ നേരിടാം. പിന്നെ രാജസദസ്സിലുള്ള ഇത്രയും പേർക്ക് ഇത്ര നാണയം വെച്ച്, സ്വർണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടാണ് വാരണാവതം സംഭവിക്കുന്നത്. പക്ഷേ വിതുരൻ അതീവ രഹസ്യമായി ഇതിനെ കൊടുക്കുകയും പാതിരാത്രി എത്തുന്നതിന് മുമ്പ് ഈ വാരണാവതത്തിൽ നിന്നൊരു വഞ്ചിയിൽ കയറ്റി കുന്തിയെയും 5 മക്കളെയും ഗംഗയുടെ അപ്പുറത്തൊരു കാട്ടിലേക്ക് ആക്കി കൊടുക്കുകയും ചെയ്ത കാരണം അവർ രക്ഷപ്പെട്ടതാണ്. പക്ഷെ അന്ന് വേറൊന്ന് സംഭവിച്ചു. അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം വന്ന് 5 പേരും, ഒരമ്മയും 5 മക്കളും വന്ന് അവിടെ പുരോചനും കിടന്നു. അപ്പോൾ പുരോചനം വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ കുന്തിയും മക്കളും ഇല്ലാത്ത കാരണം ഇത് തീയിടില്ലെന്നാണ്. പക്ഷേ കുന്തിയും മക്കളും പോയ വിവരം അവരറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ശരിയായില്ല. അതിൽ തീയിട്ടപ്പോൾ അടുത്ത ദിവസം 6 പേര് കൊല്ലപ്പെട്ട് 6 തല കിട്ടി, ആ ഡെഡ് ബോഡിയും കിട്ടി. പിന്നെ ഇന്ന് DNA ടെസ്റ്റ് ഇല്ലാത്ത കാരണം ഇന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൺഫേം ചെയ്തു. ഇതറിഞ്ഞ ഉടനെ തന്നെ ധൃതരാഷ്ട്രൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖം ആചരിച്ചു, കരഞ്ഞു. സഹോദരൻ മരിച്ച ആ മക്കളുമൊക്കെ മരിച്ചു പോയതിലുള്ള ദുഃഖം എത്രയാണെന്ന് പറഞ്ഞു. ഒരാളും ഇതറിഞ്ഞിരുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇയാളാണ് ഇതിന് ഉത്തരവാദി എന്ന് മനസ്സിലായി. ആ ജനങ്ങൾക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അത് വ്യാസൻ എഴുതിയേക്കണ, വ്യാസൻ്റെ തന്നെ വാക്കുകൾ പറയാം. നഗര ഗ്രാമ ചത്തുരങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഉച്ചത്തിൽ രാജാവിൻ്റെ അധർമ്മത്തിനെതിരെ സംസാരിച്ചു. പബ്ലിക് ക്രിറ്റിസിസമാണ്, എഗൻസ്റ്റ് ദ കിങ്. രാജാവിനെതിരെ ജനരോഷം വന്നു എന്നർത്ഥം. പക്ഷെ ഇതൊക്കെ പോയി, അത് അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഞ്ചാലി സ്വയംവരം വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി പോയി പാഞ്ചാലിയെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ മറ്റേ വില്ലാണല്ലോ, ആ വില്ല് കൊലക്കണം, വില്ല് കൊലക്കുന്നവനെ കിട്ടുള്ളൂ. രാജകന്മാരൊന്നും പോയിട്ട് ശരിയായില്ല, ദുര്യോധനം ചെയ്തിട്ടും ശരിയായില്ല. കർണൻ ചെന്ന സമയത്ത് പാഞ്ചാലി പറഞ്ഞ്, ഞാൻ സൂതനെ വരിക്കില്ല എന്ന് പറഞ്ഞു. ഹി ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു മീ. അത് ഇയാൾക്ക് വലിയ ഒരു അപമാനമായിട്ട് ഇയാളെടുത്ത്. അന്ന് തുടങ്ങി പാഞ്ചാലിയോട് ഇയാൾ പക മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തുടങ്ങി പകയാണ് പാഞ്ചാലിയോട്.
ഇതുപോലെ പക ഒരു പെണ്ണിനോട് സൂക്ഷിച്ചേക്കണ ഒരുത്തനെയും കാണാൻ പറ്റില്ല. പാഞ്ചാലി എന്താ തെറ്റ് ചെയ്തത്? എനിക്ക് അയാളെ പറ്റില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എത്രയോ സ്ത്രീകൾ പറയും. പറയുന്ന സ്ത്രീകളോടൊക്കെ പ്രതികാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ അതല്ലേ നേരം ഉണ്ടാവുള്ളൂ, ഇല്ലേ? അതെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ താരത്തെ കെട്ടണം എന്നൊരുത്തിന് തോന്നി അവിടെ ചെന്നിട്ട് എനിക്ക് തന്നെ വേണ്ട എന്ന് സിനിമാ താരം സ്വാഭാവികമായിട്ട് പറയുമല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ അവളെ വകവരുത്തി കളയാം. അങ്ങനെ പക സൂക്ഷിച്ചിരുന്നു. ഈ ചൂത് എന്ന ആശയം കൊടുക്കുന്നത് ആരാണെന്ന് വെച്ചാൽ കർണനാണ്. കള്ളച്ചൂത്. കാരണം എങ്ങനെ, അതായത് ഇത് അവർ തിരിച്ചു വന്ന് പാണ്ഡവന്മാർ കുന്തിയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും പകുതി രാജ്യം കൊടുത്തു. എന്നിട്ട് അത് മോശം സ്ഥലമാണ് കൊടുത്തത്. പക്ഷെ അവർ വലിയ രീതിയിൽ അവിടെയാണ് ഇന്ദ്രപ്രസ്ഥം അവരുണ്ടാക്കുന്നത്. ഹസ്തിനപുരി എന്ന കൊട്ടാരം ഇവർക്ക് തന്നെ കൊടുത്തു. അങ്ങനെ ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ധർമ്മപുത്രർ എന്ത് ചെയ്യുക വെച്ചാൽ രാജസൂയം നടത്തി. ഈ രാജസൂയം നടത്തി കഴിഞ്ഞാൽ ആ രാജസൂയത്തോടൊപ്പം അത് ചെയ്യുന്ന രാജാവിന് ഏതെങ്കിലും തരത്തിലുള്ള നാശവും ഭയക്കാറുണ്ട്. അതുകൊണ്ട് രാജസൂയം ചെയ്യരുത് എന്ന് പറയും. അത് രാമായണത്തിൽ പറയുന്നുണ്ട്. ഈ രാമൻ രാജസൂയം ചെയ്യണമെന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഈ ഭരതൻ പറഞ്ഞു അത് ചെയ്യരുത്. രാജസൂയം എപ്പോഴും വലിയ രീതിയിലുള്ള ഹിംസയ്ക്ക് കാരണം ആകുന്നതുകൊണ്ട് അത് രാജാവിന് ധർമ്മക്ഷയം ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും വലിയ രാജസൂയം നടത്തി. രാജസൂയം നടത്തിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് അഞ്ചിപ്പിക്കുന്ന വിധത്തിലുള്ള ധനധാന്യ സമൃദ്ധി ഉണ്ടായി. അപ്പോൾ ദുര്യോധനൻ പറയുന്നുണ്ട്, എനിക്കിത് കണ്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇതെനിക്ക് സഹിക്കുന്നില്ല, എൻ്റെ ശത്രുക്കൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കിത് പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോഴാണ് പറഞ്ഞ ആത്മഹത്യ ചെയ്യണ്ട, നമുക്ക് യുദ്ധം നടത്തി നേടാം എന്ന് പറയും. ഇപ്പം യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കണമെന്നില്ല, അപ്പോഴെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് ശകുനി പറഞ്ഞേ, അത് കുഴപ്പമൊന്നുമില്ല, ഈ ധർമ്മപുത്രർക്ക് ചൂതറിയില്ല, എന്നാൽ ചൂതിനോട് വലിയ ആസക്തിയുണ്ട്. ഈ ചീട്ട് കളിക്കാൻ അറിയാത്തവൻ ഗാംബ്ലിങ് അറിയാത്തവൻ ഗാംബ്ലിങ്ങിന് പോകുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ ശരിപ്പെടുത്താം എന്ന് പറയുന്നു. വീണ്ടും അപ്പോൾ ഇങ്ങനൊരു ദ്യുതം നടക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ചൂത് നടക്കണമെന്നുണ്ടെങ്കിൽ രാജാവ് സമ്മതിക്കണം. രാജാവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ രാജാവിന് സമ്മതമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. തൻ്റെ മക്കൾക്ക് ഈ രാജ്യം മുഴുവൻ കിട്ടും എന്നോർത്തപ്പോൾ അദ്ദേഹം ഹർഷപുളകിതനായിട്ട് അർദ്ധസമ്മതം കൊടുക്കണം. ആയിക്കുമെന്ന്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറയില്ല, എന്താണെന്ന് വെച്ചാൽ ആയിക്കുമെന്ന് പറയില്ല, എന്താണെന്ന് വെച്ചാൽ. പക്ഷേ ഇതാണ് കാരണം, ഇഷ്ടമാണ്, മക്കൾക്ക് രാജ്യം കിട്ടുമല്ലോ. ഇതിങ്ങനെ കൊടുത്തു. അപ്പോൾ ഇയാൾ വന്നു, അത് തോറ്റു. പിന്നെ അതിൻ്റെ കഥകളാണ് മുഴുവനും. അത് തോറ്റു, ആദ്യം പോയി, രണ്ടാമത് പിന്നെ അത് വീണ്ടും കൊടുത്ത്, വീണ്ടും പോയി. അപ്പോൾ വിതുരൻ പറയും, ഒരിക്കലും ഇത് ചെയ്യരുത്, ഇത് നിത്യവൈര്യത്തിന് കാരണമാകും, ഈ കുരുവംശത്തിൻ്റെ നാശത്തിലേ ചെയ്യുന്ന അവസാനിക്കുള്ളൂ. അതുകൊണ്ട് മഹാരാജാവേ, അങ്ങ് ഒരിക്കലും ഇതിന് സമ്മതം കൊടുക്കരുതെന്ന് പറയും. വിതുരന് സമ്മതത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഇയാളത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞത് മുഴുവൻ പോകും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം തന്നെ രാജ്യം മുഴുവൻ പോയി. അത് കഴിഞ്ഞിട്ട് സഹോദരന്മാരെ വെച്ച് ചൂത് കളിച്ച്, അത് പോയി അവനവനെയും കൂടി വെച്ച് ചൂത് കളിച്ചു. അപ്പോൾ നമ്മൾ 3 പേര്, ആദ്യം നിങ്ങൾ 2 പേരെയും ഞാൻ വെച്ച് ചൂത് കളിച്ചു, അവസാനം ഞാൻ എന്നെ കൂടി ചൂത് കളിച്ചു, ഞാൻ തോറ്റു, ഞാൻ അവരുടെ അടിമയാക്കി. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. എൻ്റെ കയ്യിൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ കർണൻ പറഞ്ഞു, അല്ലല്ല, ഇനി ഒരാളും കൂടിയുണ്ട്, അത് പാഞ്ചാലിയാണ്, പാഞ്ചാലിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൾ ദാസിയാകട്ടെ എന്നിങ്ങനെ ഹർഷോന്മാദത്തോടു കൂടി ഇവൻ അട്ടഹസിച്ചുകൊണ്ട് പറയണം. ആരെ? കർണൻ. അപ്പോൾ പാഞ്ചാലി വന്നിട്ട് വളരെ നീതിയുക്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പാഞ്ചാലി ചോദിക്കുന്ന ചോദ്യം, അടിമയായി തീർന്ന ഒരുത്തൻ, പാപ്പരായി തീർന്ന ഒരുത്തന് പിന്നെ എങ്ങനെ വേറൊരാളെ പണയം വെക്കാൻ കഴിയും? പാപ്പർക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ
ഇദ്ദേഹം പാപ്പരായിട്ടില്ല എന്ന് പറയണം, അല്ലെങ്കിൽ മറ്റതല്ല എന്ന് പറയണം. രണ്ടും കൂടി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിത് ശരിയല്ല. ഒന്ന്. രണ്ട്, ചൂത് കളി നിശ്ചയമില്ലാത്ത ഒരാളെ വിളിച്ചിരുത്തി ചൂത് കളിച്ചിട്ട് അയാളുടെ വസ്തുവകകൾ തട്ടിയെടുത്തത് ചൂത് നിയമം അനുസരിച്ച് തെറ്റാണ്. ആ കളിയുടെ റൂൾസ് അനുസരിച്ച് തെറ്റാണ്. എല്ലാ കളിക്കും അതിൻ്റെ നിയമമുണ്ടല്ലോ. അതെ. ആ റൂൾ ഓഫ് ദാറ്റ് ഗെയിം അതനുസരിച്ച് തെറ്റാണ്. അതുകൊണ്ട് അത് ഇൻവാലിഡാണ്. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ അപ്പോൾ ഇത്രയും പറഞ്ഞു വിടും. അപ്പോൾ ദുശാസനാണ് DGP. അപ്പോൾ കർണൻ പറയും അവിടെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ വരുന്നില്ല. അപ്പോൾ കർണൻ പറയും മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവന്ന് ഈ സഭയിൽ എറിയാൻ പറയുകയാണ്. ദുശാസനൻ പോലീസാണല്ലോ, അവിടെ പോയിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവന്ന് ഈ സഭയിലേക്ക് എറിഞ്ഞിടേണ്. അപ്പം സഭയിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്? പ്രമാണിമാരെല്ലാവരും ഉണ്ട്. ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കൃപരുണ്ട്, കൃപാചാര്യരുണ്ട്. ഈ രംഗം ഇത് കുരുവംശം മുടിയാൻ പോകുന്നു, ഞാനിതിന് സാക്ഷ്യം നിൽക്കില്ല എന്നും പറഞ്ഞിട്ട് വിതുരൻ ഒരു കൊടുങ്കാറ്റ് പോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. വിതുരൻ്റെ നമ്മളിങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ഒരു മഹത്വമൊക്കെ നമ്മൾ അവിടെ വെച്ച് കാണും. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവൾ ചോദിച്ചു, ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കും അടിസ്ഥാന മനുഷ്യാവകാശങ്ങളില്ലെന്ന് ചോദിച്ചു. കാരണം അഴിക്കടാ തുണി എന്നാണ് പറയണ. അഴിക്കടാ തുണി എന്ന് പറയുന്ന ആരാണ്? കർണനാണ്. എന്താ കാരണം? അല്ല, തന്നെ കെട്ടില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയോടുള്ള ഇത്ര ഹീനമായ പ്രതികാരം വേറെ ആര് സൂക്ഷിച്ചിട്ടുണ്ട്? അഴിക്കടാ തുണി, അതായത് ഒരു സ്ത്രീയോട് ചെയ്യാവുന്ന ഏറ്റവും ഹീനമായ പരിപാടിയാണല്ലോ പരസ്യമായിട്ട് അവളുടെ തുണി അഴിക്കുക എന്ന് പറയണത്. ബാക്കിയെല്ലാം സഹിക്കാൻ പറ്റും, പക്ഷെ പരസ്യമായിട്ട് അവളുടെ തുണി അഴിക്കണമെങ്കിൽ അവൾക്ക് പിന്നെ മരിക്കുക എന്നല്ലാണ്ട് വേറൊരു മാർഗമില്ല. അവളുടെ ആത്മാഭിമാനം പോകുന്നു, അന്തസ്സ് പോകുന്നു, ജീവൻ പോകുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് മനുഷ്യാവകാശം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കർണൻ പറഞ്ഞ് അടിമക്ക് മനുഷ്യാവകാശമില്ല, അഴിക്കടാ തുണി എന്ന് പറഞ്ഞു. അടിമക്ക് മനുഷ്യാവകാശമില്ല, അഴിക്കടാ തുണി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ വന്നിട്ട് ആരും രക്ഷിക്കാനില്ലാത്ത ഒരു സാധു സ്ത്രീയെ രക്ഷിച്ച അങ്ങോട്ട് വെച്ചാണ് ആപത് ബാന്ധവൻ എന്ന പേര് ശ്രീകൃഷ്ണന് കിട്ടുന്നത്. കാരണം വേറെ ആരുമില്ല, ഇവരൊക്കെ അടിമകളാക്കപ്പെട്ട്, ഇവരെല്ലാം പോയി കഴിഞ്ഞു, അടിമകളാക്കപ്പെട്ട്. ആ ഭർത്താക്കന്മാരെ അടിമകളാക്കപ്പെട്ട് അവരുടെ മുമ്പിൽ വെച്ചാണ് ഒരു ഭാര്യയുടെ തുണി അഴിക്കാൻ പറയണത്. അവളന്ന് രജസ്വലയായിരുന്ന്, ഏകവസ്ത്രയാണ്. അവിടെ വെച്ചാണ് എനിക്ക് ഈ ഗാന്ധാരിയോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളത്. ഈ അമ്മമാരുടെ ഒരു പ്രത്യേകത, ആ സമയത്ത് ഒരൊറ്റ അടി മകൻ്റെ കരണക്കുറ്റിക്ക് ഇട്ട് കൊടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഒരടി അവൻ്റെ കരണക്കുറ്റിക്ക് ഇട്ട് കൊടുക്കണം. നീ സ്ത്രീത്വത്തെ ഇങ്ങനെ അപമാനിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തില്ല ഗാന്ധാരി. അത് ഗാന്ധാരി ചെയ്തേയില്ല. ഒറ്റടി. അവർ സഭയിൽ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ ആ സ്ത്രീ സഭയിൽ വരുന്നുണ്ട്. അവർ അന്ധയായിട്ടിരിക്കണമെങ്കിലും മക്കൾക്ക് ഇതൊക്കെ കിട്ടണം എന്നുള്ള കാര്യത്തിൽ കണ്ണ് കാണാമായിരുന്നു. ഇതാണ് അമ്മ മക്കളെ നേരെ ചൊവ്വയെ വളർത്താത്തത് കൊണ്ടാണ് മക്കൾ മാങ്കൂട്ടത്തിലായിട്ട് മാറുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. സ്ത്രീകളെ ആദരിക്കാൻ മക്കളെ പഠിപ്പിക്കേണ്ടത് അച്ഛന്മാരുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട അമ്മമാരാണ്. അത് ചെയ്തില്ല. ഇനി നിങ്ങൾ പറ, കർണൻ മാന്യനാണോ? അല്ല.